4 വയസ്സുകാരികളായ ഇരട്ട പെൺകുട്ടികളെ പിതാവും കുടുംബവും ചേർന്ന് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. തെലങ്കാനയിലെ ജൂബിലി നഗർ ഗ്രാമത്തിലാണ് നാടിനെ നടുക്കിയ ഈയൊരു സംഭവം ഉണ്ടായത്. ഇരട്ടക്കൊലപാതകം നടന്നത് അതിക്രൂരമായ രീതിയിലാണ്. ഇതറിയുന്ന ഓരോരുത്തരും ഈ കുടുംബത്തിനെപ്പറ്റി അറിഞ്ഞില്ലെങ്കിൽ പോലും ആ മക്കളെ ഓർത്ത് ഇപ്പോൾ വിഷമിക്കുകയാണ്. കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വരദാനങ്ങളായി കാണുന്നവരാണ് ഭൂരിഭാഗം പേരും. നമ്മൾ ആഗ്രഹിക്കാത്ത സമയത്തോ ആഗ്രഹിക്കുന്ന സമയത്തോ ദൈവം നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങൾക്കും വേണ്ടി തരുന്നവരാണ് മക്കൾ. അവരെ നമ്മളിങ്ങനെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ അവരെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിങ്ങനെ കൊല്ലാക്കൊല ചെയ്യുക എന്നൊക്കെ ഉള്ളത് ഒട്ടും മനസ്സിലാക്കാത്ത കാര്യങ്ങളാണ് ഉള്ളത്. 4 വയസ്സുകാരികളായ ഗീതാംബികയെയും ഗീതാംശിയെയും പിതാവ് ശ്രീശൈലം കിണറ്റിലെറിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 28 വയസ്സാണ് ഈ ശ്രീശൈലന്. ആൺകുട്ടി വേണമെന്ന അതിയായ ആഗ്രഹം കൊണ്ട് പെൺമക്കൾ ജനിച്ചതോടെ വിരോധവും ക്രൂരതയും ഇയാളുടെ മനസ്സിൽ ഉടലെടുക്കുകയായിരുന്നു. അത് ഈ കുട്ടികളോട് പലപ്പോഴായി പിതാവ് കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. പലരും തടുത്തപ്പോഴും കുട്ടികളെ ഉപദ്രവിക്കുക, ചീത്ത പറയുക തുടങ്ങി പലതും ആ വീട്ടിൽ അരങ്ങേറിയിട്ടുണ്ട്. ആൺകുട്ടി വേണമെന്നും ആൺകുട്ടികളാണൊരു കുടുംബത്തിൻ്റെ മഹിമയെന്നും പെൺമക്കൾ നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ കുടുംബത്തിന് അപമാനമായി മാറുമെന്നൊക്കെയുള്ളൊരു ഭയം തന്നെയാണ് ഇത്തരത്തിൽ അയാളെ കൊണ്ട് അത് ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്നുകൂടി പറയണം. ഭീകരമായ ഒരു ഗൂഢാലോചനയുടെ കഥയാണ് പോലീസ് പുറത്തുവിടുന്നത്. MCom ബിരുദധാരിയായിട്ടുള്ള മെഡിക്കൽ കോളേജ് ജീവനക്കാരനുമായ ശ്രീശൈലൻ തൻ്റെ മാതാപിതാക്കളായ അശോക്, ലാവണ്യ, സഹോദരൻ രാകേഷ് എന്നിവരുമായി ചേർന്ന് ഈ കൊലപാതകം ആസൂത്രണം ചെയ്തു. 2020 വിവാഹിതനായ ശ്രീശൈലം തുടക്കം മുതലേ ആൺകുട്ടി വേണമെന്ന വാശിയിലായിരുന്നു. 2022 ഇരട്ട പെൺകുട്ടികൾ ജനിച്ചതോടെ ഇയാൾ ആശുപത്രിയിൽ പോയി മക്കളെ കാണാൻ പോലും തയ്യാറായില്ല എന്ന് പോലീസ് പറയുന്നു. തൻ്റെ ഏകദേശം 2 കോടിയോളം രൂപയോളം വരുന്ന സ്വത്തുക്കൾ പെൺമക്കൾ വിവാഹത്തിന് ചിലവാക്കേണ്ടി വരുമെന്നതോടെ താൻ വെറും കൈയാകുമെന്നും ശ്രീശൈലത്തിന് ഭയമുണ്ടായി. അതുതന്നെയാണ് ഇതിൻ്റെ യഥാർത്ഥ കാരണമെന്ന് പറയുന്നു. ആൺകുട്ടിയാണെങ്കിൽ അത്രയും ചിലവില്ല എന്നും അത് വളരെയധികം കൃത്യമായ കാര്യമാണെന്നും ഇപ്പോൾ ശ്രീശൈലം തന്നെ പറഞ്ഞ് എല്ലാവരെയും വിശ്വസിപ്പിച്ചു. അതോടൊപ്പം തന്നെ കൃത്യമായ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. കുട്ടി തൽക്ഷണം മരിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഭാര്യ മൗനികയെ വീട്ടിലെ മട്ടൻ കറി വയ്ക്കാൻ നിർബന്ധിച്ച് നിർത്തിയ ശേഷം കുട്ടികളെ കളിപ്പിക്കാനെന്ന് പറഞ്ഞ് കയ്യിൽ മേടിച്ചു. കുട്ടികളെ കളിപ്പിക്കാനെന്ന വ്യാജേന ഇയാൾ അവിടെ കൃഷിയിടത്തേക്ക് കൊണ്ടുപോയി. കൃഷിയിടത്തിൽ ആരുമില്ലാത്ത സമയം നോക്കി കുട്ടികളെ കിണറ്റിലേക്ക് സമീപമിരുത്തി. തുടർന്ന് ആദ്യ കുട്ടിയായ ഗീതാംബികയെ കിണറ്റിലേക്ക് തള്ളിയിടുകയായിരുന്നു ചെയ്തത്. കുട്ടി തൽക്ഷണം മരിച്ചു. രണ്ടാമത്തെ മകൾ ഗീതാംശി വെള്ളത്തിൽ വീണിട്ടും ജീവന് വേണ്ടി പിടയുന്നത് കണ്ട ശ്രീശൈലം കിണറ്റിലേക്ക് ഇറങ്ങിച്ചെന്ന് അവളെ സ്വന്തം കൈകൊണ്ട് മൂക്കിപ്പിടിച്ച് കൊല്ലുകയായിരുന്നു. മുക്കിപ്പിടിച്ച് ആ കുഞ്ഞിനെ കൊല്ലാൻ മാത്രമുള്ള ക്രൂരത അയാളുടെ മനസ്സിൽ ഉണ്ടായിരുന്നു എന്നതും ഉടലെടുത്തു എന്നതും ഒരച്ഛനോ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ ഒരു മനുഷ്യനോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്ന് പറഞ്ഞേ മതിയാകൂ. അത്രമാത്രം ക്രൂരമായ ഒരാൾക്ക് മാത്രമേ അത്തരത്തിൽ പെരുമാറാനും സാധിക്കൂ എന്നത് തന്നെയാണ് ഏറ്റവും കൂടുതൽ എല്ലാവരെയും വെളിപ്പെടുത്തുകയും സംസാരിപ്പിക്കുകയും ചെയ്യുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.